ഒളിമ്പിക്സിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യൻ ഗുസ്തിയിലെ അഭിമാന താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചുവെന്ന വാർത്ത അങ്ങേയറ്റം ദുഃഖത്തോടെയാണ് ഇന്ത്യൻ ജനത കേട്ടത്. എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു. ക്ഷമിക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങളും എൻ്റെ ധൈര്യവും നശിച്ചു. ഇനി എനിക്ക് ശക്തിയില്ല. ഗുഡ് ബൈ റെസ്ലിംഗ് 2001-2024. എല്ലാവരോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ക്ഷമിക്കൂ. തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് വിനേഷ് എക്സിൽ കുറിച്ച വാക്കുകളിലും ആ നിരാശയും കനത്ത ദുഃഖവും മുഴച്ചു നിന്നു. വിനേഷ് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമടക്കം താരത്തിന് സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുണ അറിയിച്ചു. വിനേഷ്, താങ്കൾ ചാമ്പ്യന്മാരുടെ ചാമ്പ്യനാണ്. നിങ്ങൾ ഇന്ത്യയുടെ അഭിമാനവും പ്രചോദനവുമാണ്. നിങ്ങൾ അതിജീവനത്തിൻ്റെ പ്രതീകമാണെന്ന് എനിക്കറിയാം. വെല്ലുവിളികളെ തലയുയർത്തി നേരിടുക എന്നത് നിങ്ങളുടെ പ്രകൃതമാണ്. കരുത്തോടെ തിരിച്ചു വരണം. എല്ലാവരും നിങ്ങൾക്കായി നിലകൊള്ളുകയാണ്. തിരിച്ചടി വേദനിപ്പിക്കുന്നുവെന്നും നിരാശാവാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും കായിക താരങ്ങളും അഭിനേതാക്കളും താരത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി. മലയാളത്തിൻ്റെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും പിന്തുണ അറിയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചു. വിനേഷ് ഫോഗട്ടിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച് ഗുസ്തി താരം ബജ്റംഗ് പൂനിയ, വിജേന്ദർ സിംഗ് എന്നിവരും രംഗത്തെത്തിയിരുന്നു. നീ പരാജയപ്പെട്ടതല്ല, നിന്നെ തോൽപ്പിച്ചതാണെന്നാണ് ബജ്റംഗ് പൂനിയെ കുറിച്ചത്. ഞങ്ങൾക്ക് നീ എന്നും വിജയിയായിരിക്കും. നീ ഇന്ത്യയുടെ മകൾ മാത്രമല്ല, അഭിമാനം കൂടിയാണ്. വിനേഷ് ഫോഗട്ടിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അനുവദനീയമായതിലും 100 ഗ്രാം അധികഭാരം ഒരു മെഡൽ ഇല്ലാതാക്കിയെന്നത് മാത്രമല്ല, വിനേഷ് ഫോഗട്ട് എന്ന രാജ്യത്തിൻ്റെ അഭിമാന ഗുസ്തി താരത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് കൂടി കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ഒളിമ്പിക്സിൽ ഓരോ ഘട്ടത്തിലും ഭാരപരിശോധനയുണ്ടാകും. സെമി ഫൈനൽ കഴിഞ്ഞ് 12 മണിക്കൂറിനകം ഭാരപരിശോധനയുണ്ടായിരുന്നു. ആ 12 മണിക്കൂറിനുള്ളിൽ 2 കിലോഗ്രാം ഭാരം കുറയ്ക്കുക എന്നത് വെല്ലുവിളിയായി വിനേഷ് ഏറ്റെടുത്തു. രാത്രി മുഴുവൻ ഉറങ്ങാതെ കഠിന പ്രയത്നം നടത്തിയും വെള്ളം കുടിക്കാതെ ഇരുന്നും മുടി മുറിച്ചും വസ്ത്രത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തിയുമെല്ലാം ഫോഗട്ട് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. എന്തിനേറെ, ശരീരത്തിൽ നിന്ന് രക്തം വരെ എടുത്തുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. പക്ഷേ രാവിലെ ഭാരം പരിശോധിച്ചപ്പോൾ 100 ഗ്രാം അധികം. ഇതോടെ അയോഗ്യത കൽപ്പിക്കപ്പെട്ടു. അതോടെ വിനേഷിനൊപ്പം 140 കോടി ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങളും അസ്തമിച്ചു. സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയായത്. അനുവദനീയമായതിനേക്കാളും 100 ഗ്രാം ഭാരം അധികമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. ബുധനാഴ്ച രാത്രി 11:30 നടക്കേണ്ട ഫൈനലിൽ അമേരിക്കയുടെ സാറ ഹിൽഡ്ബ്രാൻഡുമായാണ് അവർ ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനും 4 വട്ടം ലോക ചാമ്പ്യനുമായ ജപ്പാക്കിൻ്റെ യുയി സുസാക്കിയെ അട്ടിമറിച്ചാണ് വിനേഷ് ഒളിമ്പിക്സിലെ പോരാട്ടത്തിന് തുടക്കമിട്ടത്. ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഒക്സാന ലിവാച്ചിനെയും കീഴടക്കി. സെമി ഫൈനലിൽ ക്യൂബയുടെ യുസൈൻ ഐലിസ് ഗുസ്മാൻ ലോപ്പസിനെ കീഴടക്കിയാണ് ഫൈനൽ പോരാട്ടത്തിന് താരം അർഹത നേടിയത്. അയോഗ്യയാക്കപ്പെട്ട നടപടിക്കെതിരെ വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യമാണ് ഫോഗട്ട് അപ്പീലിൽ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് ഇന്ന് ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് അവർ വിരമിക്കുന്നതായുള്ള പ്രഖ്യാപനം നടത്തിയത്. ഒരു ദിവസം വിനേഷിന് കൊടുക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് 1.5 കിലോ ആണെന്നാണ് ന്യൂട്രീഷനിസ്റ്റ് പറയുന്നതെന്ന് ഇന്ത്യൻ സംഘത്തിന്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിൻഷ പാർഡിവാല പറയുന്നു. ഗുസ്തിക്കാർ ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തുന്നത് ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കുറച്ചാണ്. ഇങ്ങനെ ആഹാരം കുറച്ച് ഭാരം നിയന്ത്രിക്കുന്നത് മൂലം ചിലപ്പോൾ വലിയ ക്ഷീണമുണ്ടാകും. ഇക്കാരണത്താൽ ഓരോ ഭാരപരിശോധനയ്ക്ക് ശേഷവും അത്യാവശ്യം ആഹാരം ഗുസ്തി താരത്തിന് കൊടുക്കാറുണ്ട്. ചൊവ്വാഴ്ച വിനേഷിന് 3 മത്സരമുണ്ടായിരുന്നു. അതിനാൽ തന്നെ നിർജ്ജലീകരണം തടയാൻ വെള്ളം കൊടുക്കേണ്ടിയിരുന്നു. മത്സരശേഷം ഭാരം നോക്കിയപ്പോൾ കൂടുതലായി കാണുകയും ചെയ്തു. പിന്നീടാണ് ഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം സ്വർണ്ണ പോരാട്ടത്തിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അയോഗ്യയാക്കപ്പെട്ടിട്ടും സംയമനം കൈവിടാതെയാണ് വിനേഷ് ഫോഗട്ട് പ്രതികരിച്ചതെന്ന് പരിശീലകർ വെളിപ്പെടുത്തിയിരുന്നു. തന്നെ കാണാനെത്തിയ പരിശീലകരോട് വിനേഷ് ഫോഗട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മെഡൽ നഷ്ടമായത് ദൗർഭാഗ്യം തന്നെ, പക്ഷേ അത് മത്സരത്തിൻ്റെ ഭാഗമാണല്ലോ എന്നായിരുന്നു വിനേഷിൻ്റെ പ്രതികരണം. ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ ആശ്വസിപ്പിക്കാനെത്തിയ ദേശീയ പരിശീലകരായ വീരേന്ദർ ദഹിയയോടും മഞ്ജിത് റാണിയോടുമാണ് വിനേഷ് മനസ്സ് തുറന്നത്. സംഭവം ഇന്ത്യൻ ഗുസ്തിയുടെ സംഘത്തെ ഉലച്ചു കളഞ്ഞെന്ന് ദഹിയ പറഞ്ഞു. സംഘത്തിലെ പെൺകുട്ടികളാകെ തകർന്നുപോയി. വിനേഷിനെ കണ്ട് ആശ്വസിപ്പിക്കാനാണ് ഞങ്ങൾ പോയത്. അപ്പോഴാണ് വിനേഷ് ഉൾക്കരുത്ത് ചോരാതെ ഇങ്ങനെ പറഞ്ഞതെന്നും ദഹിയ വെളിപ്പെടുത്തി. 2013 തൻ്റെ 19ാം വയസ്സിൽ ഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലമണിഞ്ഞാണ് വിനേഷ് ഗുസ്തി രംഗത്തേക്കുള്ള തൻ്റെ വരവറിയിച്ചത്. 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ കരുത്തയായ യന
റെറ്റിഗനെ അട്ടിമറിച്ച് സ്വർണവും നേടി. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2018 ഓസ്ട്രേലിയയിലും 2022 ബർമിംഗ്ഹാമിലും നടന്ന കോമൺവെൽത്ത് ഗെയിംസുകളിൽ സ്വർണ്ണമണിഞ്ഞു. 2019, 2022 വർഷങ്ങളിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം, 2021 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം. ഇങ്ങനെ പോകുന്നു മെഡൽ നേട്ടങ്ങൾ. അപ്പോഴൊക്കെയും മറ്റൊരു നേട്ടം അവരെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു, ഒരു ഒളിമ്പിക്സ് മെഡൽ. കായിക രംഗത്തെ തൻ്റെ പൂർണ്ണതയ്ക്ക് അത് അനിവാര്യമാണെന്നും വിനേഷ് ഉറപ്പായും വിശ്വസിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിൽ പരിക്ക് വില്ലനായി. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ കാണാതെ പുറത്താവുകയും ചെയ്തു. ഉറപ്പായും സ്വർണം പ്രതീക്ഷിച്ച് കഠിനാധ്വാനത്തിലൂടെ മത്സരാർത്ഥികളെ ഓരോന്നായി മലർത്തിയടിച്ച് സെമി ഫൈനലിൽ ആ താരത്തെയും തോൽപ്പിച്ച് ഫൈനൽ മത്സരിക്കാനിരിക്കെയാണ് താരത്തിന് ഇങ്ങനെയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഇന്ത്യൻ ഗുസ്തി പാരമ്പര്യത്തിൽ ശ്രദ്ധേയമായ ഫോഗട്ട് കുടുംബത്തിൽ നിന്നാണ് വിനേഷും വരുന്നത്. മഹാവീർ സിംഗ് ഫോഗട്ടിൻ്റെ സഹോദരൻ രാജ്പാൽ ഫോഗട്ടിൻ്റെ മകളാണ് വിനേഷ്. ദംഗൽ എന്ന ചിത്രത്തിൽ അമീർ ഖാനാണ് മഹാവീർ സിംഗ് ഫോഗട്ടിൻ്റെ വേഷം ചെയ്തത്. മക്കളായ ഗീത, ബബിത എന്നിവർക്കൊപ്പം വിനേഷിനെയും ചെറുപ്പം മുതൽ പരിശീലിപ്പിച്ചത് മഹാവീർ സിംഗ് ആണ്. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗിനെതിരായുള്ള പീഡന പരാതിയിൽ ഡൽഹിയിൽ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ടു നിൽക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിലും വിനേഷ് ഫോഗട്ട് ഉണ്ടായിരുന്നു. അന്ന് ഫോഗട്ടിനെ അടക്കം രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളെ പോലീസ് തെരുവിൽ വലിച്ചിഴച്ച മർദ്ദിച്ച കാഴ്ചകളും രാജ്യം മറന്നിട്ടില്ല. ഗുസ്തി പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെപ്പോലും ബ്രിജ് ഭൂഷൺ പീഡിപ്പിച്ചുവെന്നായിരുന്നു ആരോപണം. അത്തരത്തിൽ സഹതാരങ്ങൾക്ക് വേണ്ടിയും മർദ്ദനമേറ്റ പോരാട്ടം തുടർന്ന പാരമ്പര്യമായിരുന്നു അവരുടേത്. പ്രിയപ്പെട്ട ഫോഗട്ട്, നിങ്ങൾക്കൊപ്പം ഈ രാജ്യം മുഴുവനുമുണ്ട്. ഗുസ്തി മത്സരങ്ങളിൽ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ നിങ്ങളുടെ നേട്ടങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. രാജ്യത്തിനെന്നും നിങ്ങൾ വലിയൊരു മാതൃകയാണ്. പോരാട്ടത്തിൻ്റെ, അതിജീവനത്തിൻ്റെ, പ്രതീക്ഷയുടെ മാതൃക.